സംസ്ഥാന പോലീസ് മേധാവിയായി സെൻകുമാർ ചുമതലയേൽക്കുന്നതോടെ സർക്കാരും ഡിജിപിയും തമ്മിലുള്ള അന്തരം വർദ്ധിക്കും. ഭരണത്തലവനായ മുഖ്യമന്ത്രിക്കും സർക്കാരിന്റെ ഉദ്യോഗസ്ഥ തലപ്പത്തുള്ള ചീഫ് സെക്രട്ടറിക്കും അപ്രിയനായ സെൻകുമാർ ഡിജിപി സ്ഥാനത്തേക്ക് വരുന്നത് ഭരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സർക്കാരുമായി പ്രശ്നങ്ങളില്ലാതെ പോകണമെന്നാണ് സെൻകുമാറിന്റെ നിലപാട്. സെൻകുമാറിനെ ബിജെപിക്കാരനായി മുദ്രകുത്തിയ മുഖ്യമന്ത്രി തനിക്കെതിരെ വ്യാജരേഖ ചമച്ചുവെന്ന് സെൻകുമാർ ആരോപിക്കുന്ന ചീഫ് സെക്രട്ടറി ഇവർ രണ്ടുപേരും തലപ്പത്തുള്ള സംസ്ഥാനത്തേക്കാണ് സെൻകുമാർ ഡിജിപിയായി ചുമതലയേൽക്കുന്നത്. തന്റെ നിയമനം നീട്ടാൻ സർക്കാർ സുപ്രീം കോടതിയിൽ പോയത് നളിനി നെറ്റോയുടെ നിർദ്ദേശപ്രകാരമാണെന്ന വികാരം സെൻകുമാറിനുണ്ട്. പെട്ടെന്ന് നിയമനം കിട്ടുമെന്ന് കരുതിയവരാണ് നിരാശപ്പെടുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും സെൻകുമാറിനോടുള്ള അതൃപ്തി മറച്ചുവെച്ചില്ല. സുപ്രീം കോടതി ഉത്തരവോടെ സെൻകുമാർ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് മടങ്ങിവരുമ്പോൾ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഒരു ഭാഗത്തും സെൻകുമാർ മറുഭാഗത്തുമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായ രമൺ ശ്രീവാസ്തവയിലൂടെ പോലീസിനെ നിയന്ത്രിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. കൂടാതെ തന്റെ വിശ്വസ്തനായ ടോമിൻ തച്ചങ്കരിയെ പോലീസ് ആസ്ഥാനത്തെ ADGPയായി നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ നിയന്ത്രണം സെൻകുമാറിന് മാത്രമായിരിക്കില്ലെന്ന സൂചനയാണ് ഇതിലൂടെ പിണറായി വിജയൻ നൽകുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയും സർക്കാരുമായി യുദ്ധത്തിനില്ലെന്ന് പറയുന്ന സെൻകുമാർ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയോടുള്ള വൈരാഗ്യം മറച്ചുവെക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസം മീഡിയ വൺ വ്യൂ പോയിന്റിലടക്കം നളിനി നെറ്റോയ്ക്കെതിരെ സെൻകുമാർ പറഞ്ഞതും ഇതിനുദാഹരണമാണ്. DGPയായി ചുമതലയേൽക്കുന്നതോടെ തനിക്കെതിരെ വ്യാജരേഖ ചമച്ചതിന് ചീഫ് സെക്രട്ടറിക്കെതിരെ സെൻകുമാർ കേസെടുക്കുമോ എന്ന ചോദ്യവും ഇത്തരുണത്തിൽ ഉയർന്നിട്ടുണ്ട്. മീഡിയ വൺ, തിരുവനന്തപുരം.